കറക്റ്റ് 4 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആക്കി. വീട് കണ്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും സർപ്രൈസ്ഡായിരുന്നു. കാരണം നമ്മുടെ മനസ്സിലുള്ളൊരു സങ്കല്പത്തിൽ നിന്നും കുറച്ചുകൂടി ഒരു മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് റിസർച്ചിന് ശേഷം ട്രോപ്പിക്കൽ റൂട്ട്സുമായിട്ട് നമ്മൾ സമീപിക്കുന്നതും അവരുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ആവുന്നതും. ഹായ്, ഇത് നമ്മളുടെ ഒരു പുതിയ റെനോവേഷൻ പ്രോജക്റ്റാണ്. കോഴിക്കോട് പയ്യോളി ചെരണ്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പ്രോജക്റ്റാണിത്. അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിനെയാണ് നമ്മൾ റെനോവേറ്റ് എടുത്തത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിൽ ഓവർലുക്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വ്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 20 ഇയേഴ്സിന് മുകളിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ക്ലയൻറ്റ് റിക്വയർമെൻറ്റിൽ ഉണ്ടായിരുന്നത് മിനിമൽ ഡെമോളിഷൻ ആയിരുന്നു ക്ലയൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ്. പക്ഷേ പഴയ വീടിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആംഗിൾസ് ഒക്കെ ഉള്ള ഒരു വീടായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറൽ അനാലിസിസ് നടത്തി. അപ്പോൾ തന്നെ ധാരാളം സ്ട്രക്ചറൽ ഇഷ്യൂസ് ഇതിന് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൽ പഴയ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ലിൻഡൽ ബീം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വീടിന് ബെൽറ്റ് ഇല്ല. പിന്നെ അത് കൂടാണ്ട് ധാരാളം ക്രാക്സും അതുകൂടാണ്ട് കോൺക്രീറ്റ്സിനെല്ലാം ലീക്കേജും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ അതിനെല്ലാം മെയിനായിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് കൂടാണ്ട് മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള മറ്റൊരു ചാലഞ്ചായിരുന്നു ഇതിൻ്റെ ടൈം ഫ്രെയിം. 4 മാസമായിരുന്നു ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം ഫ്രെയിം. അതിൽ കൂടാൻ പാടില്ല, കാരണം മകൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ചിട്ടായിരുന്നു ഈ വീടിൻ്റെ റെനോവേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലോട്ടേക്ക് പോകാം. ഇത് നമ്മൾ പുതുതായിട്ട് ചെയ്ത ഒരു പോർച്ചാണ്, 2 കാർ പോർച്ചാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഷിംഗിൾസ് ഇട്ടതാണ്, ട്രസ് വർക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് വിരിച്ചതാണ് സംഭവം ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മുകളിൽ ചെയ്ത പോലെ തന്നെയാണ്. പിന്നീട് ഇതായിരുന്നു പഴയ വീടിൻ്റെ പോർച്ച് ഏരിയ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സിറ്റ് ഔട്ട് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ പഴയ ഒരു ഫ്ലോറിങ് കൂടെ ചെയ്തു. പിന്നെ ഒരു ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ഏരിയ കൂടെ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ സ്പേസസിലോട്ടേക്ക് വരുമ്പോൾ ഒരു മിനിമൽ ഇൻറ്റീരിയർ ആണ് ചെയ്തിട്ടുള്ളത്, ബേസിക് സംഭവങ്ങളെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ സമയത്ത് ഇത് മുഴുവനായിട്ട് ഒറ്റ ഹാളായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇതിൽ ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്തു. ഒരു TV സ്പേസ്, സോഫ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. പിന്നീട് നമ്മൾ ഈ ഭാഗത്തേക്കായിട്ട് ഒരു ബേ വിൻഡോ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഇവിടെ ആയിരുന്നു നമ്മളുടെ എക്സിസ്റ്റിംഗ് വാഷ് ബേസിൻ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി ഡൈനിങ് ഏരിയ ഉള്ളിലോട്ടേക്ക് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഭാഗത്തുണ്ടായിരുന്ന വാള് നമ്മളങ്ങ് തട്ടിയിട്ട് നമ്മളവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തു. അതുകൂടാണ്ട് നമ്മൾ ഇതിൻ്റെ ബേസിക് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വയലിലോട്ടേക്ക് ഓവർലുക്ക് ചെയ്യുന്ന ഒരു ബേ വിൻഡോ കൂടെ കൊടുത്തു. പിന്നെ ഇതെല്ലാം ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഡൈനിങ് ടേബിൾ തന്നെയാണ്. ഇത് നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുത്ത് ഒന്നുകൂടി വൃത്തിയാക്കിയതാണ്. പിന്നെ ഇതൊരു സ്റ്റോർ റൂമായിരുന്നു. ഈ സ്റ്റോർ റൂമിനെ നമ്മൾ ഇവരുടെ ഒരു വാഷ് ഏരിയ ആയിട്ട് മാറ്റി. നമ്മൾ കാര്യമായിട്ട് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല, ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല, ഡെമോളിഷനും ചെയ്തിട്ടില്ല. നമ്മൾ ബേസിക് കബോർഡ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ കുറച്ച് ചിമ്നീസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, ഹുഡ് ആൻഡ് ഹോബും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ പോലെയുള്ള സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അടിയിലോട്ടേക്ക് പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പഴയ ചെരുപ്പ് കാര്യങ്ങൾ, പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിയിലോട്ടേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു വീട്ടിനുള്ളിൽ നാച്ചുറൽ ലൈറ്റിംഗ് ഇല്ല എന്നുള്ളത്. സോ വാട്ട് വി ഡിഡ് വാസ്, നമ്മൾ മാക്സിമം വെന്റിലേഷൻ ഉള്ളിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസിൻ്റെയും എല്ലാം സിൽ ഹൈറ്റ് കുറച്ചിട്ട് നമ്മൾ കുറച്ച് വിഡ്ത്തും ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി. ഈ ഭാഗത്താണെങ്കിൽ നമ്മളിവിടെ ഒരു ബേ വിൻഡോ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മുകളിലുള്ള ആ ഒരു വിൻഡോയുടെ എല്ലാം
നമ്മൾ ഹൈറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് കൂട്ടി മാക്സിമം നാച്ചുറൽ ആയിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് 2 റൂമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതൊന്ന് ഇവിടെ ഒന്ന് ഈ ഒരു ഭാഗത്തുമായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നമ്മളിങ്ങനെ ഒരു യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അയൺ ചെയ്യാനും അതിൻ്റെ അടിയിലൊരു സ്റ്റോറേജുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് മുമ്പൊരു ബെഡ്റൂം ആയിരുന്നു. നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ആൾ നല്ല വായനാശീലമുള്ള ആളായതുകൊണ്ട് ഇതൊരു റീഡിങ് റൂമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സോഫയും ഒരു ഭാഗത്ത് വർക്ക് സ്പേസും വർക്ക് സ്റ്റേഷനും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വീട്ടിലൊരു ലൈബ്രറി ഉണ്ടാകുക എന്നുള്ളത്. കാരണം എൻ്റെ വീട്ടിൽ ഒട്ടുമിക്ക മെമ്പർമാരും വായനാശീലമുള്ള ആൾക്കാരാണ്. പിന്നെ ഞാൻ തന്നെ ഒരു വായനയോട് വളരെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ പിന്നെ ഏത് സമയമായാലും ഒരു ദിവസം എന്തെങ്കിലും ഒരു വായന പുസ്തകം വായിക്കാത്തൊരു ദിവസം എനിക്കുണ്ടാവില്ല, എത്ര ബിസിയാണെങ്കിലും. അപ്പോൾ അതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇതേപോലെ ഒരു ലൈബ്രറി, കുറച്ച് പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കാനും എൻ്റെ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ അത് ഉപയോഗപ്പെടുത്താനും ഒരു ലൈബ്രറി ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത് ട്രോപ്പിക്കൽ റൂട്ട്സുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഒരു പ്ലാനിൽ നല്ല മനോഹരമായ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ലൈബ്രറി അവർ സെറ്റ് ചെയ്ത് തന്നു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷവാനാണ്. 2 ബെഡ്റൂമായിരുന്നു എക്സിസ്റ്റിംഗ് ആയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെഡ്റൂമിൻ്റെ എൻട്രൻസ് നമ്മൾ ഈ ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ എൻട്രൻസ് ആ സൈഡിലായിരുന്നു. അത് കൺജസ്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഈ റീഡിംഗ് റൂമിൽ നിന്ന് തന്നെ ഈ ബെഡ്റൂമിലേക്കുള്ള ഒരു എൻട്രി പ്രൊവൈഡ് ചെയ്തത്. ബെഡ്റൂമിൻ്റെ എൻട്രൻസ് നമ്മൾ ഒരു സ്ലൈഡിങ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. ഹാഫലിൻ്റെ സോഫ്റ്റ് ക്ലോസ് സ്ലൈഡിങ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബെഡ്റൂമിൽ ഇവിടെ ഒരു കോൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിന് സ്പേഷ്യസ് ആക്കാൻ വേണ്ടി ഈ കോണൊന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് വിൻഡോസിൻ്റെ ഒക്കെ സൈസ് എല്ലാം ഇൻക്രീസ് ചെയ്ത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഫിനിഷസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ ആൻഡ് ഒരു വുഡി കോമ്പിനേഷനിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പാഡി ഫീൽഡിലേക്കുള്ളൊക്കെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് മുമ്പ് ഒരു ഓപ്പൺ ടെറസ് ആയിട്ടുള്ളത് നമ്മളൊരു ഔട്ട്ഡോർ ബാൽക്കണി എന്നുള്ള രീതിയിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പെർഗോളൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെയും നമുക്കിരുന്ന് ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കുന്ന രീതിയിലേക്കാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അഹമ്മദ് കരിങ്ങാറ്റിൽ, ഈ പ്രദേശം മണിയൂർ പഞ്ചായത്തിൽ എളമ്പിരാട് വാർഡ്. ഇവിടെ ഞാൻ താമസം തുടങ്ങിയിട്ട് വീട് വെച്ച് തുടങ്ങിയത് 25 വർഷമായി, 26 വർഷമായി. അപ്പോൾ അന്ന് എൻ്റേതായ ഒരു പ്ലാനിൽ ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയ ഒരു പ്ലാനിലാണ് ഈ വീട് നിർമ്മിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇടയ്ക്ക് വെച്ചൊക്കെ ചില ഇന്നോവേഷനൊക്കെ ചെറിയ മൈന്യൂട്ട് അങ്ങനെയൊക്കെ ചില പോർഷനൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് പിന്നെ മകൻ്റെ കല്യാണമൊക്കെ തീരുമാനിച്ച് അപ്പോൾ നമ്മൾ പല ആൾക്കാരും പല സജഷൻസ് ഫ്രണ്ട്സിൻ്റെ ആളുകൾ നമ്മൾ പല ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ മൊത്തത്തിൽ പിന്നെ പൊളിച്ചു മാറ്റുന്ന നല്ലത്, ആ രീതിയിലൊക്കെ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് മെൻ്റൽ നമ്മൾ, കാരണം ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പ്ലാനിൽ നമ്മളൊരു ഇത് ചെയ്യുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഇതിലൊക്കെ സാറ്റിസ്ഫൈഡ്, പ്ലാനിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് എന്ത് പറ്റിയില്ല, പൊളിക്കണ്ട എന്നുള്ളൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ഇന്നോവേഷനെ പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ ആ മേഖലയിൽ നടത്തി. പല പാർട്ടികളും ഇവിടെ നമ്മളെ കോൺടാക്ട് ലിസ്റ്റിലുള്ള കുറേ ആൾക്കാരൊക്കെ വന്ന് നോക്കി. അവർ പല ആൾക്കാരെയും സജസ്റ്റ് ചെയ്തു. ഒരു 6-7 പാർട്ടികൾ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പല പ്ലാനുകൾ അയച്ചു വന്നു. പലതും നമുക്കങ്ങനെ ഒന്ന് അത്ര ഒരു ഇഷ്ടമായിട്ട് തോന്നിയില്ല. പിന്നെ ഒന്ന് കോസ്റ്റ്, പിന്നെ അവർ പറയുമ്പോൾ ഫ്രണ്ട് ഭാഗം മുഴുവൻ ഇത് ചെയ്തിട്ട് ഡിമോളിഷ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് റീകൺസ്ട്രക്ഷൻ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനുകളൊക്കെ ആയിരുന്നു. അതൊക്കെ എനിക്കത്ര അങ്ങ് മാത്രമല്ല കോസ്റ്റും വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഈ ട്രോപ്പിക്കൽ റൂട്ട്സിനെ പറ്റി ഒരു ഫ്രണ്ട് സർക്കിൾ വഴി ഞാൻ അറിയുന്നത്. അതിലെൻ്റെ ഒരു കസിൻ ബ്രദർ അതിൻ്റെ ഒരു പാർട്ടായിട്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഫർഹാനെ വിളിച്ച് ഇവിടെ വന്ന് ഈ ലൊക്കാലിറ്റി സംഗതികളൊക്കെ കണ്ട് പിന്നീട് അതിന് ഒരു ഡിസിഷൻ എടുക്കാൻ ഞാൻ സമയത്ത് ഖത്തറിലേക്ക് പോയിരുന്നു. ഒരു ഡിസ്കഷനും മറ്റൊന്നുള്ള സമയം കിട്ടിയില്ല. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓൺലൈനിലായിട്ടാണ്. ഒരു നമ്മൾ ടീമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതും അവർ പ്ലാൻ അയച്ചിരുന്നതും പിന്നെ അങ്ങനെ നമ്മളതൊക്കെ നോക്കുന്നതൊക്കെ ഓൺലൈനിലായിട്ടായിരുന്നു. 4 മാസമാണ് ടോട്ടലി നമ്മുടെ ഒരു കോൺടാക്റ്റ് പീരീഡ്. അത് പിന്നെ ആ സമയത്തിനുള്ളിൽ തന്നെ
പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ ടീമിന് ട്രോപ്പിക്കൽ റൂട്ട്സിന് അവർ വളരെ എഫോർട്സ് എടുത്തിട്ടുണ്ട് അതിനൊക്കെ. കാരണം പലതും നമ്മൾ ഉദ്ദേശിക്കുന്നത്, കാരണം കാലാവസ്ഥയുടെ ഒരു ചെറിയ പ്രതികൂല സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ കോൺടാക്ട് പീരീഡിനുള്ളിൽ തന്നെ വർക്കുകളൊക്കെ അവർ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. ഞാനൊന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു ഡിസ്കഷൻ പോലും പിന്നീട് പലപ്പോഴും ആവശ്യമായിട്ട് വന്നിട്ടില്ല. വർക്കിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്ററപ്ഷൻസിൻ്റെ ആവശ്യങ്ങളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. ടീം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. തുടക്കത്തിലെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെയായിരുന്ന ഡിസ്കഷനൊക്കെ നടന്നത്. എല്ലാ ദിവസവും ഓരോ ദിവസവും നടക്കുന്ന വർക്കുകളുടെ അപ്ഡേറ്റ് ഫോട്ടോസ് അതിൽ പോസ്റ്റ് ചെയ്യും. അതിൽ അപ്പം നമ്മൾക്ക് എന്തെങ്കിലും കറക്ഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആ സജഷൻസ് നമ്മളതിൽ കൊടുക്കും. അതനുസരിച്ചാണ് വർക്കുകൾ നീങ്ങിക്കൊണ്ടിരുന്നത് എൻഡ് വരെ. എല്ലാ അപ്ഡേറ്റ് എല്ലാ ദിവസങ്ങളിലും എല്ലാ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഈ ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു അതിലെല്ലാ ആൾക്കാരും ആർക്കിടെക്ചർ മുതൽ എല്ലാ ആൾക്കാരും അതിൽ ഇൻവോൾവ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഈസി വേ ആണ് ആ വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ ചെറിയൊരു ഒരു എക്സ്റ്റൻഷൻ നടത്തിയിരുന്നു. വരാന്തയിൽ വെള്ളം കയറിയതിൻ്റെ പേരിൽ ആ സമയത്ത് ആ വർക്ക് ചെയ്തതിന് ശേഷം അവിടെ ലീക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പില്ലറിൽ കൂടി വെള്ളം താഴേക്ക് വരാന്തയിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറേ പ്രാവശ്യം പല ആൾക്കാരെയും കൊണ്ട് ചെയ്തിട്ടും വാട്ടർ പ്രൂഫൊക്കെ ചെയ്തിട്ടും അത് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് കണ്ട ആൾക്കാരൊക്കെ അത് പൊളിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഇതോടുകൂടി ഈ റിനോവേഷനോടുകൂടി അതൊക്കെ പരിഹരിച്ചു. കാരണം കംപ്ലീറ്റ് അതിൻ്റെ കവറിങ്ങൊക്കെ മേലേന്ന് റൂഫ് വരുന്ന രീതിയിൽ അതിപ്പം കവറായല്ലോ. ഇനിയിപ്പോൾ ആ ലീക്കിനെ പറ്റിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വീടുണ്ടാക്കിയിട്ട് 25 വർഷമായി എന്ന് പറഞ്ഞല്ലോ. 25 വർഷവും ഞാൻ നിരന്തരമായിട്ട് ഇവിടെ താമസിച്ചിട്ടില്ല. വിദേശത്തായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് വരും. ഓരോ പ്രാവശ്യം ഞാൻ വരുമ്പോഴും വീടിനെ പറ്റി ഒരുപാട് ഡിസ്കംഫോർട്ട് എനിക്കന്ന് ഫീൽ ചെയ്തിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്വപ്നഗ്രഹം, ഞാൻ മനസ്സിലാദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റാനുള്ള പ്ലാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇത് കുറച്ച് ഷോർട്ട് ലീവ് ആയതുകൊണ്ട് അങ്ങനെ പോവും. വർക്കിനെ പറ്റി അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ ഈ മാറ്റത്തിന് ശേഷം, ഈ റിനോവേഷന് ശേഷം ശരിക്കും ഞാൻ എൻ്റെ മനസ്സിലാദ്യം എന്തൊക്കെ ചിന്തിച്ചിരുന്നു, ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നു, അതുപോലൊക്കെ ഇതായിത്തീർന്നു. നമ്മുടെ ഒരു സ്വപ്നഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വപ്നം കണ്ടൊരു വീട് പോലെ ഇതിപ്പോൾ ആയിത്തീർന്നു എന്നുള്ളത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ സന്തോഷവാനാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ല, നമ്മൾ അഡീഷൻ ചെയ്തതാണ്. ഇതൊരു വുഡ് ആൻഡ് വൈറ്റ് ക്രെയിൻ തീമിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കോർണറിൽ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബേ വിൻഡോന്ന് പുറത്തുള്ള പാഡി ഫീൽഡിലേക്ക് ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഒരു വാർഡ്രോബ് ഇവിടെ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ ഹിഷാം. ഇതെൻ്റെ വൈഫാണ് ഹിബ മുഹമ്മദ്. നമ്മൾ റീസെൻ്റ്ലി മാരീഡാണ്. എൻ്റെ കല്യാണം തീർച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ ചെറിയൊരു റിനോവേഷൻ വർക്കൊക്കെ ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായത്തിലിരിക്കുകയായിരുന്നു ഞാനും ഫാദറും എല്ലാവരും. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് റിസർച്ചിന് ശേഷം ട്രോപ്പിക്കൽ റൂട്ട്സുമായിട്ട് നമ്മൾ സമീപിക്കുന്നതും അവരുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ആവുന്നതും. നമ്മൾ ഒരു 4 months ആയിരുന്നു നമ്മുടെ ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നത്. കല്യാണം ഒരു ഡിസംബറിലായിരുന്നു ആദ്യം തീർച്ചപ്പെടുത്തിയിരുന്നത്. ജനുവരി സ്റ്റാർട്ടിങ് വീക്കിലേക്ക് മാറ്റി. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ വർക്ക് ഫിനിഷ് ചെയ്യണമെന്നതായിരുന്നു നമ്മുടെ നിർബന്ധം. അത് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ തന്നെ ട്രോപ്പിക്കൽ റൂട്ട്സും അതിൻ്റെ പങ്കാളികളും എല്ലാവരും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ ഇൻറ്റീരിയേഴ്സും ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ വർക്കും എല്ലാം ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് തന്നതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ റൂമിൻ്റെ ഡെക്കറേഷൻ, ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ വൈഫിനും ചെറിയ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു. സപ്പോസ് ഈ ബേ വിൻഡോയുടെ കാര്യം, അതും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ബേ വിൻഡോൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഈ ഔട്ട്ഡോർ ഒരു വ്യൂവും ഫീൽഡിലേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ തന്നെ ബേ വിൻഡോ സെറ്റ് ചെയ്തതൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഈ കബോർഡായാലും നല്ല സ്പേഷ്യസ് ആണ്. അതിൻ്റെ കൂടെ വരുന്ന ഈ ഷെൽഫും ബുക്ക് ഷെൽഫായിട്ട് ഉപയോഗിക്കാം. കുറച്ച് റീഡിങ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് കംഫർട്ടബിൾ ആയിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് വിത്തിൻ ദ ടൈം. എനിക്ക് ഈ ഹോൾ സെറ്റപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കോർണറാണ്. ഈ കോർണർ വിത്ത് ദാറ്റ് ബുക്ക് ഷെൽഫ്. ആൻഡ് അത് എൻ്റെ ഇത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ഞാൻ ഇമാജിൻ ചെയ്തിട്ടില്ല. ഇറ്റ്സ് ടേൺഡ് ഔട്ട് റിയലി വെൽ.
I'm really happy with the outcome. ഇപ്പോൾ നമ്മൾ കണ്ട പ്രൊജക്റ്റ് ട്രോപ്പിക്കൽ റൂട്ട്സിൻ്റെ അണ്ടറിലുള്ള ഒരു വിങ് ആയിട്ടുള്ള റിഹോം റെനോവേഷൻസിൻ്റെ പ്രൊജക്റ്റാണ്. നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് എന്താ വെച്ചാൽ റെനോവേഷൻസിനും ഇൻറ്റീരിയേഴ്സിനും മാത്രമായിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ റൂട്ട്സിൻ്റെ ഒരു വിങ് ആണ് റിഹോം റെനോവേഷൻസ്. അതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇതിന് ഡിസൈനേഴ്സും അതിന് കൺസ്ട്രക്ഷൻ സ്റ്റാഫ്സും നമുക്കുണ്ട്. സോ ഇതുപോലുള്ള പ്രോജക്ട്സിന് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ